ഹായ് ഓൾ. ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ December 31st, 2025 ആൻഡ് ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു വൈ നോട്ട് do a vlog so that it will be definitely like a documentation. I can see it later. Maybe I wish I can be more confident and then be myself and do whatever I like in 2026 and 2026 will be a successful year for me. So ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഇത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസമൊക്കെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 2026 എടുത്ത് കഴിയുമ്പോൾ എന്ത് ചേഞ്ചാണ് ലൈഫിൽ വന്നിരിക്കുന്നത് നമുക്ക് തോന്നുമല്ലോ. അപ്പോൾ അങ്ങനെ തോന്നട്ടെ എന്ന് ഞാൻ എന്നോട് തന്നെ ആശംസിക്കുന്നു. ആൻഡ് എനിക്കറിയാം ഞാൻ കുറേ കാര്യങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്, ബട്ട് ഐ വാസ് നോട്ട് സക്സസ്ഫുൾ. മെയിൻ റീസൺ എന്ന് പറയുന്നത് എൻ്റെ കോൺഫിഡൻസ് ആണ്. എനിക്ക് എന്നോട് തന്നെ ഒരു കോൺഫിഡൻസും ഇല്ല. ഞാൻ ആരെങ്കിലും ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്യുമ്പം ഐ വിൽ ലൈക്ക് ഓക്കെ എനിക്കിതിനുള്ള കഴിവില്ല, എനിക്കിതില്ല. സോ ഐ വാസ് ലൈക്ക് 2025 ഞാൻ എന്നെ തന്നെ സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ ഞാനൊരു നെഗറ്റീവ് പേഴ്സണാണ്. പക്ഷെ ലൈഫിൽ ഞാൻ സക്സസ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഐ ഹാവ് അച്ചീവ്ഡ് സംതിങ് എന്നെനിക്ക് തോന്നിയിട്ടുള്ള ടൈം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറേ നാളായി ആൻഡ് ഐ സ്റ്റിൽ ഫീൽ ലൈക്ക് ലോസ്റ്റ്, സ്റ്റക്കായിട്ടുള്ള പോലെ. എന്നാൽ എനിക്ക് ഈ ഒരു സ്റ്റേജിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ പോലെ തോന്നിയിട്ടുണ്ട്. ആൻഡ് ഐ ആം സ്കെയർഡ് ഓഫ് എവറിത്തിങ്. ഈവൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് കുറേ നാളായിട്ട് എനിക്ക് വേണമെങ്കിൽ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യാം, പല സമയത്തും എനിക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാം. പക്ഷേ ചെയ്യുന്ന സമയത്ത് പോലും അപ്പുറത്തുള്ള റൂമിലുള്ള ആൾക്കാർ കേൾക്കുമോ എന്നുള്ള ഒരു ഡൗട്ട് കൊണ്ട് ലൈക്ക് അത്ര പോലും കോൺഫിഡൻസ് ഇല്ല എനിക്ക്. ഞാൻ പല ഓവർ തിങ്കിങ് എന്ന് പറയുന്നതാണ് എൻ്റെ ബേസിക്കലി ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ. സോ ജസ്റ്റ് ഇന്നത്തെ ദിവസം ദാറ്റ് ഇസ് 31st December 2025 ആൻഡ് ന്യൂ ഇയർ എവറിത്തിങ് നമുക്ക് റെക്കോർഡ് ചെയ്യാം. സോ ഇപ്പോൾ സമയം 8:15 ആൻഡ് ഐ ആം വെയിറ്റിംഗ് ഫോർ മൈ ഫ്രണ്ട്സ് ടു കം ആൻഡ് ദെൻ നമ്മൾ കോർണിഷിൽ പോകാം. അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റൂം ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ്, അതിന് ശേഷം കോർണിഷിലേക്ക് നടന്നു പോകാം അബുദാബി സിറ്റിയിലെത്തിയിട്ട് എന്നൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ ഹൗ വാസ് ദ ന്യൂ ഇയർ എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് ഒരു ഐഡിയ ഇല്ല. പക്ഷെ ഞാനൊരു കേക്കൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. 10:43 ആയപ്പോൾ ഞങ്ങൾ ഷാബിയിൽ നിന്ന് കോർണിഷിലേക്ക് പോവാണ് ആൻഡ് മീറ്റ് മൈ ഫ്രണ്ട് ഡ്രൈവർ അല്ല കേട്ടോ, സോറി, ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവർ. ആൻഡ് സർപ്രൈസ് ആയിട്ട് ഒരാളും കൂടി ഉണ്ട്. സർപ്രൈസ് പക്ഷേ നിനക്ക് നല്ല മാസം ഉണ്ടെന്ന് വിചാരിച്ച വിഷ്ണു. ആൻഡ് ഞങ്ങൾ ഒരാളെയും കൂടെ പിക്ക് ചെയ്യുന്നുണ്ട് ഫ്രം അബുദാബി സിറ്റി. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഞങ്ങൾ കോർണിഷിലെത്തോ, എന്താ നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ ന്യൂ ഇയർ ഉണ്ടാവോ, എനിക്ക് ഉദ്ദേശിച്ച പോലത്തെ ഫോട്ടോ എടുക്കാൻ പറ്റുമോ, ഇതൊക്കെ ഇനി കണ്ടറിയണം. ബിക്കോസ് ഓൾറെഡി സോ മച്ച് ബ്ലോക്ക്. ഇതാണ് ഷാബയിലുള്ള ബ്ലോക്ക്. വലിയ ബ്ലോക്ക് തോന്നില്ലല്ലോ. വണ്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, ഞങ്ങൾക്ക് കയറാൻ പറ്റുന്നില്ല. സോ വിൽ സീ. ഓക്കെ, ക്വസ്റ്റ്യൻ. ഇന്ന് എന്നെ കണ്ടിട്ട് എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ? ഞാനിപ്പോ ഈ വണ്ടി ഓടിക്കുന്ന ടൈമിൽ ഇന്നെ എങ്ങനെ നോക്കാനാണ് അറിയുന്നത്, അത് നീ മനസ്സിലാക്കി. ഓക്കെ വിഷ്ണു, എന്റെ പുതിയ ഹെയർ സ്റ്റൈൽ കണ്ടോ? എങ്ങനെയുണ്ട്? സൂപ്പർ സൂപ്പർ, താങ്ക് യു. കൈയടിച്ച് പാസ്സാക്കുന്നു, അല്ലെങ്കിൽ ഫൈന് വരും. ഓക്കെ, ഞാൻ ഈ 2025 കേക്ക് എടുക്കാൻ മറന്നു വേടാ. അവിടെ പോയിട്ട് അവിടെ മുറിക്കാം നമുക്ക്. ആ കേക്ക് വാങ്ങിച്ച് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ട്. അവിടെ മുറിക്കാം. നല്ല ആളാണ്. കറക്റ്റ് അത് വീഡിയോ കിട്ടി. അത് കിട്ടണം. സർപ്രൈസ് ആയിട്ട് കേക്ക് ഞാൻ റൂമിൽ തന്നെ വെച്ചിട്ടുണ്ട്. 2026 ഹാപ്പി ന്യൂ ഇയർ. मैं अभी अबू धाबी में जा रहा, आप किधर है? ഇന്ത്യയിൽ ഹാപ്പി ന്യൂ ഇയർ ആയി ഗൈസ്, എല്ലാരും വിളിക്കുന്നുണ്ട്. गाड़ी मेरा ഇന്ത്യയിൽ ഹാപ്പി ന്യൂ ഇയർ ആയിട്ട് എന്നെ വിളിച്ച്, അർഷാദിനെ വിളിച്ച്, വിഷ്ണുവിനെ ഫുള്ളായിട്ട് എല്ലാരും ഉപേക്ഷിച്ചിരിക്കും. പക്ഷേ വിഷ്ണുവിന് ഇന്നൊരു സ്പെഷ്യൽ ഡേ അല്ലേ. യു ബിക്കം എ മാമൻ. Nyaman. You have a niece now. So ഞാൻ പറഞ്ഞ പോലെ കറക്റ്റ് 31st December ഒരു കൊച്ചുണ്ടാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 31st December ഒരു കൊച്ചുണ്ടാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വർഷം ആകുമ്പോൾ
അതിന് 1 വയസ്സായി. ജസ്റ്റ് 1 ഡേ ഗ്യാപ്പില്. ഹാപ്പി ന്യൂ ഇയർ. ഡേ ഈസ് വെരി ക്ലൗഡി. മഴ പെയ്യില്ല എന്നാണ് എന്റെ എന്തായാലും ഉള്ള ഒരു നിഗമനം. പക്ഷെ ഇന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ അടിപൊളി ന്യൂ ഇയർ ആയിരിക്കും. ബട്ട് നോക്ക്, ഇതുവരെ ഇല്ലാത്ത അത്രയും ക്ലൗഡി അല്ലേ? ക്ലൗഡിയാണ്. പിന്നെ അതുപോലെ വെടിക്കെട്ടുണ്ടാവില്ല. എങ്ങനെ പൊട്ടാനാ പോയിട്ട് അതൊന്ന് പറഞ്ഞ അതെനിക്കറിയില്ല. ഞാൻ വിചാരിച്ചു ഇവിടുത്തെ വെടിക്കെട്ട് തീ വേണ്ട. ചൈനീസ് ആണ് സാധനങ്ങള്. ഹാപ്പി കിട്ടി. ന്യൂ ഇത്ര സ്ലോ ആയിട്ട് 2026. അതെവിടെ ബിൽഡിംഗ് അത് കാണാതെ പോയി. ഓക്കെ, അവിടെ എത്തി പോയി. ഇതാണ് ഗൈസ്. അല്ലടാ, പൈനാപ്പിൾ ബിൽഡിംഗ് അല്ലേ അങ്ങനെ നമ്മൾ പറയുന്നു. പക്ഷെ ഇനി എന്തോ ഒരു സ്റ്റാൻഡേർഡ് പേരുണ്ട്. അതെ, നമുക്ക് പൈനാപ്പിൾ ബിൽഡിംഗ്. ഈ പൈനാപ്പിൾ ബിൽഡിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയാണ് അങ്ങോട്ട് സിറ്റി അല്ലേ? എനിക്കിപ്പോ സ്ഥലങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. സോ സിറ്റി കാണണമെങ്കിൽ നമ്മൾ ബാക്ക് ക്യാമറ ഇടണം. ആർക്കും അറിയില്ലാത്ത വഴികൾ നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കും. സിറ്റി എന്തിയടാ? സിറ്റിന്റെ ഒന്നും കാണാനില്ല. സിറ്റി ആവുന്നേ ഉള്ളൂ. അല്ല, ഇതാണ് എന്റെ സിറ്റി. ദിസ് ഇസ് മൈ സിറ്റി. ഇത് കാണാനാ ഭംഗി. കണ്ടോ ബിൽഡിംഗ്സ് ഒക്കെ കാണാൻ ഭംഗി. ഓക്കെ, ദിസ് ഇസ് നോട്ട് സിറ്റി, ദിസ് ഇസ് റീം. അത് മൊത്തം ബ്ലറായി പോയി. ദിസ് ഇസ് ദ സിറ്റി ഓഫ് ദ അബുദാബി. ഈ സിറ്റിയിലാണ് അവൻ താമസിക്കുന്നത്. നമ്മളൊക്കെ പൊട്ട സ്ഥലത്ത്. ഒരിക്കലും പൊട്ട സ്ഥലം പറയരുത്. ഓക്കെ, ഷാബീസ് ബാക്കി പറ. മലയാളികളുടെ മെയിൻ സ്ഥലം. അതെ, എനിക്ക് തോന്നുന്നു ദുബായിൽ കരാമ പോലെ, ബാംഗ്ലൂരില് കോറമംഗലം പോലെ, അബുദാബിയിൽ ഷാബിയ. എല്ലാരും ബാംഗ്ലൂരിനെ കളിയാക്കും. പക്ഷെ ബാംഗ്ലൂരിൽ നിന്ന ഒരാൾക്ക് പോലും ഞാൻ നിന്നിട്ടുണ്ട്. ആ ബാംഗ്ലൂരിന്റെ വൈബ് ഒരിക്കലും പോകത്തില്ല. അപ്പൊ നീ ശരിക്കും ബാംഗ്ലൂർ മര്യാദക്ക് നിന്നിട്ട്? ഞാൻ ബാംഗ്ലൂർ എല്ലായിടത്തും നിന്നിട്ടുണ്ട്. പക്ഷെ ഇവന് വൈബില്ല ഗൈസ്. എങ്ങനെയോ എന്റെ ഫ്രണ്ട് ആയിപ്പോയി. അതായത് നിന്നെ പോലെ മാനസികല്ലേ എനിക്കത് നീ മനസ്സിലാക്ക്. വൈബ് എന്ന് പറഞ്ഞ സംഗതി എന്ന് വെച്ചാൽ നമ്മള് എവിടെ നിന്നല്ല നമുക്ക് വൈബാക്കല്ല. ആളുകളല്ല, സ്ഥലങ്ങളും അല്ല, നമ്മളെ മെന്റാലിറ്റിയാണ്. എന്റെ ഫ്രണ്ട്സ് എല്ലാം തന്ത വൈബാണ് ഗൈസ്. ബിക്കോസ് അവർ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കാര്യം ഉപദേശം മാത്രമാണുള്ളത്. പക്ഷെ എനിക്കിവിടെ വേറെ ഫ്രണ്ട്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. ഫുഡ് ബുക്കിനാണ്ട് വരാൻ ഫുഡ് ബുക്ക് പ്രൊമോഷൻ കൊടുത്താലോ? ഓ, അത് അവർക്ക് ബുദ്ധിമുട്ടാവില്ല, തിരക്ക് കൂടൂല. അതറിയില്ല. ഫുഡ് ബുക്കിന്റെ ഫ്രണ്ടിലടാ, ഫുഡ് ബുക്കിന്റെ ഫ്രണ്ടില് ട്രോളൊന്നും പേരില്ല. ഇത്ര മാത്രം ആൾക്കാർ ഇത് കാണില്ല. ഒന്നാമത്തെ കാര്യം കാണാതാവുമ്പോഴാ ട്രോളല്ലേ, അത് മനസ്സിലാക്കി. നല്ല കോർണിഷ് ഏത് സൈഡ്? കോർണിഷ് ബീച്ച്. ഐ ആം സോ ഹാപ്പി. നന്നായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിരിക്കുമ്പോ പിന്നെ നെഗറ്റീവ് ആവുന്നു. 17 മിനിറ്റാണ് കാണിക്കുന്നത് കോർണിഷിലോട്ട്. ഏകദേശം 11:20 എത്തുമെന്ന് പറയുന്നുണ്ട്. നോക്കിയോ. ആൻഡ് വി ആർ പാർക്കിംഗ് ഹിയർ. ഇല്ല, നമ്മൾ അങ്ങോട്ട് വണ്ടി ഇട്ട് പോകാന്നുള്ള പ്ലാനാണ്. ലെഫ്റ്റിലോട്ട് ചെറിയൊരു ഇതുണ്ടാവും, അതിൻ്റെ ഉള്ളിലെ വാഷ്റൂം. അല്ല, അവിടെ വാഷിങ്ങിന്റെ ഏരിയ ഉണ്ട്. ഞാൻ വിഷ്ണു 2025 ലാസ്റ്റ് മൂത്രമൊഴിക്കും. നമ്മളെ ഭംഗിയുണ്ട് പറഞ്ഞേ. ആരെയാ നീ കൈ കാണിക്കുന്നേ? എനിക്ക് വേണം ചായ. വേണമെന്ന് വേണ്ട 2025 ലാസ്റ്റ് ആയ നീ കുടിക്കുന്നുണ്ടോ? കുടിക്കുന്നുണ്ട്. അന്ന് എനിക്ക് വേണം. യെസ്. എവിടെ? വിത്തൗട്ട്. എനിക്ക് വിത്ത് അടുത്ത നാളെ തൊട്ട് വിത്തൗട്ട് മതിയായിരുന്നു. മിക്കവാറും അവരെനിക്ക് വിത്തൗട്ടാ. നീ പിന്നെ വിത്തൗട്ട് എന്ന് പറഞ്ഞേ
അവൻ മിക്കവാറും എനിക്ക് വിത്തൗട്ട് വാങ്ങിച്ചിട്ട് തരും. And we are going to have 2020 നല്ല മധുരം ഇട്ടിട്ട് 2 ചായ 2025 ലാസ്റ്റ് മധുരം ഇട്ട ചായ. നല്ല മധുരം വേണ്ട, കാരണം നോർമൽ മധുരം മതി. സ്ട്രോങ് വിഷ്ണുവിനെ തൊട്ട്. പ്രശ്നം എന്താ അറിയോ, നമ്മൾ കൊറേ മധുരം ഇട്ട് കുടിക്കാതെ ഉള്ളത് മധുരം ഇട്ട് കുടിക്കുമ്പോ ഭയങ്കര മധുരം തോന്നും. മധുരം 15 ദിവസമെങ്കിലും ഒഴിവാക്കണം. പക്ഷെ ഞാൻ ഈ ഒരു സന്ദർഭം 2026 നന്നാവുന്നില്ല കേട്ടോ, ഞാൻ തീരുമാനിച്ചു. ഇവന്റെ ആകെപ്പാടെ നന്നാവെന്ന് പറഞ്ഞാൽ എന്നെ കളിയാക്കൂലെന്നുള്ളതാ. അതല്ല നീ നന്നാവില്ലാന്ന് വെച്ചാൽ ഒട്ടും കളിയാക്കിയിട്ടില്ല. ഞാൻ പറയുന്നേ, നിന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് നിങ്ങളെല്ലാരും കണ്ടു പഠിക്കേണ്ട ഒരാളാണ്. എന്റെ കൂടെ 75 days ചലഞ്ചിന് വന്നിട്ട് ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പോ ജിമ്മ് നിർത്തി പോയിട്ട് ഇത്രയും ദിവസം കണ്ടിന്യൂസ്, ആൻഡ് ഇന്ന് പോലും അവൻ ജിമ്മിൽ പോയിട്ടുണ്ട്. അത്രയ്ക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഹി ഡു ഓൺലി ആക്ഷൻസ്. നമ്മളെ പോലെ വെറുതെ പറഞ്ഞോണ്ടിരിക്കില്ല. റെസൊല്യൂഷൻസിന്റെ ഒന്നും ആവശ്യമില്ല. ദാറ്റ്സ് 2 ചായ കൂടുതൽ വാങ്ങിച്ചായിരുന്നു. പക്ഷെ സത്യം നമ്മൾ പറയണല്ലോ, എന്റെ 75 days ചാലഞ്ചിന് ഒന്നും ആയില്ല. അപ്പൊ നിന്റെ ചേഞ്ച് എന്താ? നല്ലോണം ഉണ്ടല്ലോ. വെയിറ്റ് കൂടി, വെയിറ്റ് ഏകദേശം 71 ആയി. 65 സ്റ്റാർട്ട് ആയി. മസിൽസ് വന്നു. ഫുഡ് എങ്ങനെയാ? ഫുഡ് കൺട്രോളിംഗ് ഇല്ല. പക്ഷെ എല്ലാ ദിവസവും അത്യാവശ്യം എല്ലാ ദിവസവും തന്നെ ജിമ്മിൽ വന്നിട്ടുണ്ട്. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എല്ലാ ദിവസവും വർക്കൗട്ടും ചെയ്ത് നല്ല ഫുഡ് അടിച്ചിട്ടുണ്ട്. ഫുഡ് അടിച്ചിട്ട് ചിലരുണ്ടാവല്ലോ, ഫുഡ് അടിച്ചാലും ഭയങ്കര തടി വെക്കില്ലാത്ത. കാരണം നീ അതിന് മാത്രം എഫേർട്ട് ഇടുന്നുള്ളത് കൊണ്ട് നിനക്ക് വരുന്നില്ല. എനിക്ക് ഞാൻ എത്ര ഫുഡ് കഴിച്ചാലും എന്റെ വെയിറ്റ് അങ്ങനെ കൂടുന്നല്ല. വെയിറ്റ് കൂട്ടാൻ വേണ്ടി ഓരോരുത്തർ കഷ്ടപ്പെടുന്നു. ഞാനാണെങ്കിൽ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നത്. അത് ഫുഡ് കഴിച്ചു കണ്ടോ. പിന്നെ ഇനി ബാക്കിലിരിക്കുന്ന 2 പേരും ജിമ്മന്മാരെ, പ്രോപ്പർ ജിം ആൻഡ് ബോഡി ബിൽഡേഴ്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരാൾ എന്തായാലും ബോഡി ബിൽഡറാണ്, ഒരാള് കുട്ടി ബോഡി ബിൽഡർ. 2 പേരും മസിലുള്ള ആൾക്കാരാണ്. പക്ഷെ ഈ കൂട്ടത്തിൽ ഏറ്റവും അൺഹെൽത്തി ആൻഡ് ഏറ്റവും പ്രശ്നമുള്ളതും ഏറ്റവും കൂടുതൽ ഡയലോഗ് അടിക്കുന്നതായിട്ടുള്ള ഒരാൾ ഞാൻ മാത്രമേ ഉള്ളൂ. പക്ഷെ 2026 ഒരു ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും. ഇതാണ് സാബിത്ത് and he is delivering 2025 ലാസ്റ്റ് ചായ. അതിനെ ചിരിപ്പിക്കല, ചായ പോവും. വിഷ്ണു 2025 പറയടാ. സാബിത്ത് ഇവിടെ വ്ളോഗ് എന്ന് വെച്ചാൽ യൂട്യൂബിൽ ഫേമസ് ആവാൻ പോകുന്ന വ്ളോഗ്. ലൈവല്ല, യൂട്യൂബിൽ ഫേമസ് ആവും. സാബിത്ത് എന്തെങ്കിലും പറയടാ. 2025 ലാസ്റ്റ്. അതെ, ലാസ്റ്റ് എന്തെങ്കിലും നല്ല 2 വാക്കുകൾ പറ. എന്നാ ഒരു 10 വാക്ക് പറ. 2025 നമ്മൾ അടപടലും ഇതായി, നമ്മളും ഗതി പിടിച്ചിട്ടില്ല. ഇപ്പൊ വ്ളോഗ് ചെയ്യുന്ന ആളും ഗതി പിടിച്ചിട്ടില്ല. ഞാൻ ഗതി പിടിച്ചിട്ടെങ്കിലും ഗതി പിടിക്കാൻ നിൽക്കുന്ന 3 ആൾക്കാരാണ് ഗൈസ്. അപ്പൊ ഇപ്പോഴും അവരുടെ കൂടെ ഉള്ളത്. പിന്നെയും ഗതി പിടിക്കുന്നത് എനിക്കൊന്നുമില്ല. ഫസ്റ്റ് എവിടെ പോകുന്നത്? ജലദോഷം വന്ന പോലെ ഒരു ഫീല്. അവന് സുഖമില്ല, മാനസിക പ്രശ്നം. ടെൻഷൻ അടിക്കരുത്. മറ്റന്നാൾ തൊട്ട് ട്രോള് ഇറങ്ങാനുള്ള വീഡിയോ. നീ തന്നെ ട്രോൾ ഇടേണ്ടി വരും. ഒന്നും സംഭവിക്കാൻ ഞാൻ എന്തായാലും കാണൂല. ഞാൻ അറിഞ്ഞതുകൊണ്ട് സംഭവം ഞാൻ എന്തായാലും കാണാൻ യൂട്യൂബ് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ 3 ആളിൽ തന്നെ 3 വ്യൂ ഡിസേബിൾ ചെയ്യാൻ പറ്റുമോ? ഇത് ഞാൻ CA പഠിക്കുന്ന സമയത്ത് അറിഞ്ഞിട്ടില്ല. എന്നിട്ട് ഞാൻ മൊത്തം യൂട്യൂബ് കണ്ടോണ്ടിരുന്നു. ഇതാരോ ഓഫാക്കും ഓഫാക്കും. എനിക്കിപ്പൊ വേണ്ട ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ ഇങ്ങനെ എന്റെ മുഖം ഇങ്ങനെ നല്ല ലൈറ്റ് ഒക്കെ അടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോ അതിന്റെ അല്ലല്ല അതിന്റെ ബാക്കിൽ മൊത്തം ഫയർ വർക്ക് അങ്ങനെ അടിപൊളിയായിട്ടുള്ള കാണുന്നില്ല. ഇവിടെ ഒറ്റക്ക് പരിപാടിക്ക് പോകുന്നതാണ്. എത്ര പേര് എടുക്കുന്നുണ്ട് അങ്ങനെ? അതെനിക്ക് മനസ്സിലായി. ഗൈസ് പാർക്കിംഗ് എത്തി. നമ്മൾ പാർക്കിംഗ് തപ്പിക്കൊണ്ടിരിക്കുക. അതെനിക്ക് മനസ്സിലായില്ലായിരുന്നു.
അത് കിട്ടുന്നില്ല എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ കിട്ടും. അത് കിട്ടില്ല. അത് മറ്റേതാ. അത് വ്ളോഗർ അലീനക്ക് ആയിട്ടില്ല. ആരും ഫേസ് വരരുത്, ആരും എന്റെ ഫേസിലേക്ക് കൊണ്ടുവന്ന് വെക്കല്ലേ. ഞാൻ ആകാശത്തിലേക്ക് നോക്കട്ടെ, ആകാശത്തില് പറവകളെ കാണുന്നില്ല. നല്ല രസം ഒരു പ്രതീക്ഷയാണ്. തന്നെ നമ്മൾ കൊറേ പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇരുന്ന് ഇവിടെ ആയിരുന്നു ഗൈസ് ഞങ്ങള് ന്യൂ ഇയർ കാണാൻ പോകുന്നത്. ഈ പാർക്കിംഗ് ഏരിയയിൽ കറങ്ങി കറങ്ങി ഞങ്ങള് ന്യൂ ഇയർ. നല്ല ഫോട്ടോ കിട്ടുള്ളൂ. എനിക്കതെ, എനിക്ക് ബെസ്റ്റ് ഫോട്ടോയും കിട്ടും. ഇവിടെ ആരും ഉണ്ടാവില്ല, കാരണം എല്ലാരും പരിപാടി നടക്കുന്നോണ്ട് ഇന്ന് തന്നെ നമ്മുടെ പൈസ നഷ്ടപ്പെടൂ. മാനഹാനം അല്ല, മാനഹാനി ഇനി നാളെ സംഭവിക്കും. ഇവിടുന്ന് പോസ്റ്റ് ചെയ്യുമ്പോ ഈ വർഷം വീണ്ടും ജനുവരി 1 മുതൽ കണി കണ്ടു പോയി തീർന്നു. എന്റെ ഒരു കൊല്ലം പോയി കിട്ടിയത്. സൗണ്ട് കേൾക്കുന്നുണ്ടാവോ? എനിക്ക് ടെൻഷനായി വന്നോണ്ടിരിക്കുക. ഈ ന്യൂ ഇയർ കൊളാകും തോന്നുന്നുണ്ട്. ഇത് കൊളാനും ഒരൊറ്റ ആളെ ഉത്തരവാദിത്വം നിന്റെ. അതെങ്ങനെയാ? നീ ഇത്ര ഓവർ എക്സൈറ്റ്മെന്റ് ഇട്ട് സാധനം ഇപ്പൊ എന്റെ എക്സൈറ്റ്മെന്റിനായി പ്രശ്നം. പിന്നെ അല്ലാണ്ട് അതന്നെ സത്യം. എന്ത് തുടങ്ങുന്നതിനെ കണ്ടു മുന്നേ തുടങ്ങിക്കോളൂ. ആഘോഷിച്ച് പിന്നെ ഇങ്ങനെ കിട്ടും. എന്റെ ആഘോഷം കഴിഞ്ഞു, ഇതോടെ കഴിഞ്ഞു. ഏറ്റവും ലാസ്റ്റ് ഇതോടെ നമ്മുടെ വ്ളോഗ് അവസാനിച്ചു. ന്യൂ ഇയർ ആയിരിക്കുന്നു. അബുദാബിയിലെ ന്യൂ ഇയർ പാർക്കിങ് തപ്പി 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 അവിടെ ഇട്ടുകൊണ്ട് പോന്ന സർക്കിൾ കറങ്ങി 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 കറങ്ങി. ഇനി എന്താ പറയണ്ടേ? ഒന്നും പറയണ്ട. അതൊന്ന് നിർത്തിയാൽ ചിലപ്പോ ശരിയായിരിക്കും. ഞാനിതൊന്ന് അടച്ചിട്ട് നോക്കട്ടെ. 2026 ഇത് ഇവരെ ഞാൻ കണി കണ്ടത്. ഇതിനകത്തും പാർക്കിംഗ് കിട്ടില്ല ഉറപ്പായി. ആ വീഡിയോ ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പഴാണ് നിങ്ങളുടെ ഫുള്ളായിട്ട് കാണുന്നത്. നമ്മളിപ്പോ വീഡിയോ എടുക്കുന്നോണ്ടാണ് പാർക്കിംഗ് കിട്ടാത്തത്. സത്യം. വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള നഷ്ടപ്പെടുത്തി തരാം. 12 മണിയാകുമ്പോ മനസ്സിലാവും. ശരിക്കും എനിക്ക് പ്രതീക്ഷ ഉണ്ടടാ. എനിക്ക് തോന്നുന്നു ഞാൻ ഒന്ന് നിർത്തി നോക്കാം, അല്ല ശരിയാവൂന്ന്. ഞാൻ ഫ്രണ്ടിൽ പോവാം. നമ്മൾ നടക്കുന്ന കറക്റ്റ് ലൊക്കേഷനിലാണോന്ന് അറിയത്തില്ല, പക്ഷെ നമ്മൾ നടക്കുന്നുണ്ട്. അവിടെ ഞാൻ ആദ്യമായിട്ട് പബ്ലിക്കായിട്ട് ഇങ്ങനെയൊക്കെ പിടിച്ചോണ്ട് വീഡിയോ എടുക്കുന്നത് എനിക്ക് എന്തോ പോലെ തോന്നും. കാറിന്റെ ഉള്ളിൽ കുഴപ്പമില്ലായിരുന്നു. നിങ്ങൾ ഇത് കണ്ടാൽ നെട്ടും ഗൈസ്, നെട്ടും. സൂപ്പർ വ്യൂ ഇത് നല്ല വ്യൂ ആ. ഈ വ്യൂ മാത്രമേ കിട്ടുള്ളൂ മിക്കവാറും. ഓടരുത്. ഞാൻ ബാക്കിലേക്ക് അത് പിന്നെ നോക്കാം. നല്ല കാറ്റുള്ളതുകൊണ്ട് നല്ല സുഖമുണ്ട്. ജാക്കറ്റ് എടുത്തത് നന്നായി. ശരിയല്ലേ, ഇവിടുത്തെ വ്യൂ ഒക്കെ കൊള്ളാല്ലേ. എന്റെ കയ്യിൽ ഞാൻ എനിക്ക് ഇഷ്ടായി. നല്ല തണുപ്പുണ്ട്. തിരിച്ചു വരുമ്പോ തണുക്കൂട്ടോ. ഇപ്പൊ എക്സൈറ്റ്മെന്റിൽ തണുപ്പില്ലാത്തയാവും. How do you feel? ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞാലേ ജാക്കറ്റ് എടുക്കാൻ. ജാക്കറ്റ് എടുത്ത് വണ്ടി വെച്ചിട്ടുണ്ട്. എന്തിനാന്ന് ഇവിടെ ഞാൻ ഇറങ്ങിയപ്പോ വിചാരിച്ചു ഇത്രയും നടക്കൂലായിരിക്കുന്നു. വണ്ടിയിലുണ്ടോ? ആ എന്തായാലും ഇപ്പൊ തണുക്കൂലായിരിക്കും. തിരിച്ചു വരുമ്പോഴാണ്. സമയം എത്രയായി? ഓക്കെ
അതൊന്ന് കാണിച്ചു കൊടുക്കടാ, സമയം കാണിച്ചു. 46 ആൻഡ് നാളത്തേക്ക് മഴ പെയ്യുന്നു. അതിന്റെ ബ്ലോഗുകളൊക്കെ sky is so good. 12:11:59 മഴ പെയ്താൽ കുറച്ച് സമാധാനം കിട്ടും. അതോടുകൂടി അതിന്റെ അപ്പുറത്തെ സ്ഥലത്ത് ബീച്ചാണ് ഗൈസ്. അപ്പുറത്തെ സൈഡിൽ അതിന്റെ ബാക്കിൽ ബീച്ചാണോ അതോ എന്താ ഈ പറയാ, ബീച്ച് അവിടെ വരുന്നു. ബീച്ചല്ല, പിന്നെ അവിടെ ഒരു വീല്, ആ സംഭവത്തിന് എന്താ പറയാ, എംബ്രീസ് പാലസ് ആണോ അത്? അതുണ്ടോ? സോ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടെ നിന്നുള്ള ഫുൾ വ്യൂ. പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഫയർ വർക്ക്സ് ഉള്ളതിൻ്റെ അടുത്തേക്ക്. എനിക്ക് എവിടെ നിന്ന് ഇത്രയും തൊലിക്കെട്ടി കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളുള്ളതുകൊണ്ടായിരിക്കും. നമ്മുടെ ഫ്രണ്ട്സ് നമ്മളെ കുറെ കളിയാക്കുമ്പോൾ നമുക്ക് കുറെ ഫീലിങ്സ് ഉണ്ടാവില്ല. പക്ഷെ ഇതാണ് അതിൻ്റെ ഒരു ഉപയോഗം. കാരണം ഇപ്പൊ എനിക്ക് ഭയങ്കര തൊലിക്കെട്ടിയാണ് ഗൈസ്. ഇത്രേ കുറെ ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇടത്തും വലത്തും ആൾക്കാരുള്ള പോലെ ഇപ്പൊ ഇടത്തും വലത്തും ആൾക്കാർ മലയാളികൾ ഉണ്ടാവും. പിന്നെ വണ്ടി ഓടിക്കാൻ അറിയില്ലെങ്കിൽ അലീന കണ്ടോ? അതെ, റൈറ്റിലോട്ട് സിഗ്നൽ ലെഫ്റ്റിലോട്ട് പോകുന്ന ഒരു കഴിവാണ്. നമ്മള് സാധാരണ അത് പഠിപ്പിക്കുന്നത് കറക്റ്റ് ആയിരിക്കണം. അതല്ല, ഇവള് അന്ന് അവിടുന്ന് ഇങ്ങനെ ഇറക്കിയില്ല, ഹാൻഡ് ബ്രേക്ക് താത്തിയിട്ട് ഇനി എന്താ കാട്ടണ്ട, ഗിയർ മാറ്റിയിട്ടില്ല. ആ ബാക്കിലാ വണ്ടിക്കാരൻ പിന്നെ കുറെ നാള് കൂടി ഓടിക്കും, ആക്സിലേറ്ററും ബ്രേക്കും ഒക്കെ ബാധിക്കും. വിഷ്ണു ഒരു ഇത് പറഞ്ഞു കൊടുത്ത് ഇനി എന്താ ലോങ് ഡ്രൈവ് ഇല്ല, അത് കളിച്ച് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നമ്മള് സാധാരണ പറയില്ലേ ഈ പെണ്ണുങ്ങള് വണ്ടി ഓടിക്കുമ്പോ ലെഫ്റ്റിലോട്ട് ഇട്ടിട്ട് റൈറ്റിലോട്ട് പോകുന്നത്. സാധാരണ ഞാൻ ഇതൊരു അങ്ങനെ കണ്ടിട്ടില്ല, കാരണം ആരും വണ്ടി ഓടിക്കാൻ കണ്ടിട്ടില്ല. പക്ഷെ അലീന ഓടിക്കുമ്പോഴാണ് ശരിക്കും ആക്സിലേറ്റർ അറിയില്ല, ബ്രേക്ക് ഇല്ല, പക്ഷെ ലൈസൻസ് ഉണ്ടോ? അതുണ്ട്. അതിവിടെ എല്ലാവർക്കും കിട്ടത്തില്ല. എന്തോ ഡ്രോൺ ഷോ, പക്ഷെ ഞാനൊന്നും കാണുന്നില്ല. എൻ്റെ അമ്മേ, എനിക്കാണോ വിസിലടിക്കുന്നത്? എനിക്കറിയില്ല, എനിക്ക് പേടിയാ. എടാ വീണ്ടും ഡ്രോൺ ഷോ കാണുന്നില്ല. എനിക്കാണെങ്കിൽ വിസിലടിക്കുമ്പോ എന്നെയാണോ എന്നുള്ള പേടിയാ. എടാ ഇങ്ങനെ വീഡിയോ തൊലിക്കെട്ടിയുണ്ട്, പക്ഷെ പേടിയാ. അറിയില്ല, സീരിയസ്ലി ഗൈസ്, എനിക്കറിയില്ല ഇവിടെ ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊക്കെ. എനിക്കൊരു പേടിയുള്ളതുകൊണ്ടാന്ന് തോന്നുന്നു എനിക്ക് ഈ സൗണ്ട് കേൾക്കുന്നത്. ഡ്രോൺ ഷോ ഒന്നും ഞാൻ കാണുന്നില്ല. ഉയരത്തിലെ ഛായ സംഭവം ഞങ്ങളുടെ വ്യൂ കാണിച്ചു തരാം. ഇനി കണ്ടാൽ മനസ്സിലാവുമെന്ന് അറിയത്തില്ല. ഞാനിങ്ങനെ ന്യൂ ഇയറിന് ഇങ്ങനെ എടുക്കുമ്പോ നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോയാലോ എന്നാ. ടൈം എത്രയാടാ? ഒന്ന് ടൈം പറയോ? പൊട്ട് കാണില്ല, അങ്ങനെയൊക്കെ എഴുതി കാണിക്കോ? അവിടെ കാണിക്കുന്നതാണ്. നിങ്ങൾ ഡ്രോൺ കണ്ണ് കാണാത്ത അവിടെയാണോ ശരിക്കും നമ്മൾ കാണാൻ വന്നിരിക്കുന്ന? ഈ സാധനമാണോ? സീരിയസ്ലി? അത്രയും ദൂരെയുള്ള അവിടെ നിന്ന് മലയാളം എഴുതി കാണിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. എടാ സീരിയസ്ലി അതാണോ? ഞാൻ എടാ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം, അത് പോയിട്ട്
ചെടിയുടെ മുമ്പിൽ പോയി നോക്കാം നമുക്ക്. എടാ ഹാപ്പി ന്യൂ ഇയർ. ഇല്ല ഞാൻ തളരില്ല. പക്ഷെ 2026 ഇങ്ങനെ മൂഞ്ചി പോകുന്നില്ല. ഫോട്ടോ കിട്ടും. ഒന്നും കാണുന്നില്ല. കഴിഞ്ഞ വർഷം എനിക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റി, നിങ്ങളില്ലാത്തോണ്ട്. 7 മണിക്ക് റെഡിയായി ഇന്നപ്പോഴേ പറഞ്ഞു. അപ്പൊ പോണായിരുന്നു. ഇപ്പൊ ഒന്നും കാണുന്നില്ല, ആൾക്കാരുടെ ബാഗ് മാത്രം കാണാം. ഹാപ്പി ന്യൂ ഇയർ ആയത്. ചേച്ചി ഹാപ്പി ന്യൂ ഇയർ. എന്റെ ഫോട്ടോ ഞാൻ എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. ഞാനൊന്നും കേട്ടിട്ടില്ല. ശരിക്കും ആന്റിനെ വിളിച്ചു. എനിക്ക് എന്തോ സങ്കടം. ഞാനിനി നഗ്നമായി കണ്ടുകൊണ്ട് കണ്ടു. ഇതിങ്ങനെ വെച്ചിട്ട് നഗ്നമായി കണ്ടുകൊണ്ട് എന്നാ ശരിക്കും ഒരു ഹാൻഡിൽ. ഞാൻ വിചാരിച്ച പോലെ കിട്ടിയില്ലെങ്കിൽ ഒരു തരിയെങ്കിലും കിട്ടുമായിരുന്നെങ്കിലും ആ മരം കാരണം ഒരു കോപ്പും കിട്ടുന്നില്ല. എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ അതെ ലൈറ്റ് കാണുന്നുണ്ട്. എന്തിന്റെ സൂം ചെയ്തോണ്ട് സൂം ചെയ്യാൻ പറ്റില്ല. പോലെ ഓക്കെ, ഇനി അതും കൂടെ താങ്ങാൻ വൈകി. എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ അതൊന്നും പൊട്ടുന്നില്ല. ഞങ്ങള് പഠിച്ചവർക്ക് എടാ നമുക്ക് അതിന്റെ മോളിൽ കയറി നിക്കാം. ഒരു മിനിറ്റ് ഇതൊന്നും എടുത്തോട്ടെ. അപ്പൊ ഞാനത് ന്യൂ യൂട്യൂബർ ഇൻ ടൗൺ. എല്ലാം നിങ്ങൾക്ക് അറിയായിരുന്നില്ലേ ഇത് കിട്ടൂലെന്ന്? എനിക്ക് വിശ്വാസം കിട്ടൂല. പക്ഷെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ കറക്റ്റ് കിട്ടുമായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് ആ ഫോട്ടോ എടുക്കാനുള്ള ഐഡിയ ഇവിടെ തന്നെ കോർണേഴ്സില്ല, അങ്ങ് ദൂരെ. അത് പൊട്ടുന്നതിന്റെ അപ്പുറത്ത് ആദ്യം തൊട്ടടുത്ത് ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റും. 5 മണിക്കാ? അല്ല, നേരത്തെ 7 മണിയൊക്കെ. 7 മണിക്ക് എത്തിയാണ്. ഞാൻ കിട്ടായിരിക്കും 7 മണിക്ക് അവിടെ നിൽക്കാലോ. നമ്മളിപ്പോ അപ്പൊ ഈ വർഷം വേറൊരു സാധനമില്ലേ, ഷേഖ് സായിദ് ഫെസ്റ്റിവൽ അല്ല, പെരുന്നാളിന് പൊട്ടുവോ? എപ്പോഴെനി പൊട്ടോ? കൊറേ പേരെ ഫോട്ടോസ് ഞാൻ എനിക്ക് കാണിച്ചു തരാം. ഞാൻ ഉദ്ദേശിച്ച ഫോട്ടോ എന്നെ കിട്ടട്ടെ, ലൈറ്റിൽ ഇതെങ്കിലും കിട്ടട്ടെ. ഇതാണ് പറയുന്നത് എക്സ്പെക്ട് ചെയ്തത്. നമ്മളൊന്നും ലൈഫിലൊന്നും എക്സ്പെക്ട് ചെയ്തത്. എനിക്ക് ഞാൻ ഭയങ്കര എക്സ്പെക്ട് ചെയ്തു പോയി. സൂപ്പറാക്കി ചെയ്തു. പക്ഷെ ഞാൻ ഒരിക്കൽ കണ്ടിരിക്കും, ഒരിക്കൽ ഞാൻ ഉദ്ദേശിച്ച ഫോട്ടോ എനിക്ക് കിട്ടിയിരിക്കും. ഒരു സംഭവം നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു വില ഉണ്ടാവില്ല. അത് നിങ്ങൾക്കൊക്കെ എന്നെ എന്തോ ഉപദേശിക്കാനുള്ളത്? ഞങ്ങൾക്കൊന്നും ഉപദേശിക്കാനില്ല. ഇവള് ഓവർ എക്സൈറ്റഡാ. വെടിക്കെട്ട് പോയിട്ട് എന്തോരം ആൾക്കാരെ മരിക്കുന്നില്ലേ? നമ്മൾ ഇത്ര ദൂരത്താണ് കണ്ടില്ല. എത്ര ആൾക്കാർ റൂമിൽ കിടന്നുറങ്ങുന്നത്. നമ്മൾ അവരെയാണ്. ഞാനൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്യും. ഇതാണ് എനിക്ക് അബുദാബിയിലെ ഏറ്റവും ഇഷ്ടമുള്ള, എല്ലാവർക്കും കാണാൻ പറ്റുന്ന, എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള എന്താ ഇതിന്റെ പേര്, ഷെയ്ഖ് സായിദ് മോസ്ക്.
സംഭവം മയം. എല്ലാം മയായി പോയടാ. ഇപ്പൊ നോക്ക്, ലൈറ്റുകൾ മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ഡ്രൈവർ ഈ സൂപ്പർ ആയതുകൊണ്ട് ഇത്രയും നേരം അവിടെ ഇരുന്ന് ഇത് കണ്ടോ, ഇവിടെ വന്നു. ഇതാണ് ഇപ്പുറത്തെ സൈഡിൽ വന്ന്. എനിക്ക് എന്നെ കണ്ടൊരു ക്യൂട്ടായിട്ട് തോന്നുന്നു. നേരത്തെ മറ്റേ പയ്യ ആന്റി അത് മറന്നിരിക്കുവായിരുന്നു. ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ വരും, നമ്മളെ ഒരാളും തളർത്താൻ സമ്മതിക്കില്ല. We are lucky guys because ഇവിടെ ഒരു 100 പേര് ഇങ്ങനെ തുടങ്ങണമെന്നല്ലേ. കിങ് ബർഗർ ആണോ ഇതിന്റെ പേരെന്താ? ആ ഗുഡ് ബർഗറിന് ഇവിടെ ഒരു 100 പേരെങ്കിലും ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി, അതുകൊണ്ട് നമുക്ക് 2026 സോ ഗുഡ്. എന്തുകൊണ്ട് കിട്ടിയെന്നും കൂടി പറയുന്നു. അലീന വ്ളോഗർ എന്ന എന്റെ പവർ വെച്ചിട്ട് കിട്ടിയെന്ന് പറയാം. പ്ലേറ്റ് വരെ കൂട്ടുന്നു. സാധനം കിട്ടിയെന്ന് പ്ലേറ്റ് കിട്ടി. ഇല്ലെങ്കിൽ ഇതെന്ത് കാത്തിക്കൊന്നുമില്ല. എനിക്ക് പറ്റൂല. അറേബ്യൻ അവർക്ക് വിശക്കുന്നില്ല. ഹാപ്പി ന്യൂ ഇയർ. വേറെ എന്തെങ്കിലും ഉണ്ടോ? പുതുവത്സര ആശംസയാണ്. മറ്റേ പൊണ്ണുണ്ടല്ലോ 26 കേക്ക് കട്ട് ചെയ്യാതെ ഒരു കട്ടിംഗ് സെറിമണിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു. വലിയ കേക്കാണ്. ഹാപ്പി ബർത്ത്ഡേ. സോറി, എന്താണ് ഹാപ്പി ന്യൂ ഇയർ. 4 ആൾക്കാരല്ലേ? സാബിത്തിന്റെ ബർത്ത്ഡേക്ക് കേക്ക് അപ്പൊ 3 ആൾക്കാര്. ഡെഡിക്കേഷൻ അറ്റ് പീക്ക് ഗൈസ്. നീ കഴിക്കുന്നില്ല? വിഷ്ണു ഒരു തരി പോലും കഴിക്കുന്നില്ല. വിഷ്ണു ഇങ്ങോട്ട് വാ. വിഷ്ണുവിന്റെ മുഖം കാണാൻ. വിഷ്ണുവിന്റെ ഒരു സങ്കടം പറ. How is a body builder should be? ഫേവറേറ്റ് സാധനം ഇതും ഫ്രഞ്ച് ഫ്രൈസ്. ഇങ്ങനെ വേണം ഫ്രണ്ട്സ് ആയി കഴിഞ്ഞാൽ. കാരണം നമ്മൾ എത്രത്തോളം ബുദ്ധിമുട്ട് ഉണ്ടാക്കാമോ. എത്രാമത്തെ ദിവസത്തെ ബ്ലോഗ് അത്? എനിക്കറിയില്ല, ഇതൊക്കെ ഞാൻ കട്ട് ചെയ്യും. ഞാൻ ഒറ്റയ്ക്കൊന്ന് കഴിച്ചോട്ടെ. ഡയലോഗ് ഉണ്ട്. എനിക്ക് മതി, തീർന്നു. അതല്ല, ഇതിന്റെ മുകളിൽ വേണം നല്ല സാധനം. അത് മൊത്തം ഇത് പക്ഷെ ക്രിസ്മസിന്റെ മറ്റേ കേക്ക് പോലെ ഇല്ല. അതിന്റെ ഒരു ടേസ്റ്റ് വരുന്നു. മാറിക്കൊന്ന് ഞാൻ വീഡിയോ എടുക്കുന്നതിന്റെ കോൺസെൻട്രേഷൻ കേക്ക് മര്യാദ കഴിച്ചില്ല. അല്ലെങ്കിൽ ഞാൻ മര്യാദ കഴിച്ചോണ്ട് ഞാനേക്കും നിർത്തി. എത്ര അവരെല്ലാരും നിർത്തി. എവിടെ സത്യം പറഞ്ഞാൽ എനിക്ക് കേക്ക് കിട്ടിയില്ല. ബ്ലോഗർമാരെ കഴിക്കരുത്. സാധാരണ ബ്ലോഗർമാരെ മൊത്തം കഴിക്കുക. ബ്ലോഗർമാരെ ഓക്കെ, ബൈ 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 ബൈ.